ఇంతకాలంలో బ్రహ్మగాహంలో దైవం పచ్చిరును పలింగగా దైవం పచ్చిరును పలింగగా దైవం పచ్చిరును పలింగగాను దైవం పచ్చిరును పలింగగాను മാപ്പിള പാട്ടിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന കൊല്ലം ഷാഫി തന്റെ കൈകാൻ വെട്ടിയിലേക്ക് ഈ ഹൈക്കോടതി ഉസ്മാന്റെ പൂജപ്പുറ സെൻട്രൽ ജയിലെ വക്കീലുള്ള தமிழ் படங்களை மலர் வச்சுக்கிட்டு மீசம் முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு கபாலு அப்படின்னு சொன்ன உடனே குடிஞ்சி சொல்லுங்க சும்மா அப்படி வந்து நிப்பாரு. அந்த மாதிரி கபாலி நினைச்சியாரா? கபாலிடா അമ്മോ കളങ്ക പക്ഷി അമ്പെയ്ത് വിട്ടുന്ന കാത്താണല്ല ഈ കാട്ടിക്കുളി. ഒരു കവിയുണ്ട്, ഒരു കലാകാരനുണ്ട്, വല്ലും അവയും കേട്ടം അവയും എന്നെ തല്ലിക്കറച്ചിട്ട് ഇന്നേ 5 വർഷം തിരികെയാണ്. നിനക്കാൻ വച്ചിട്ടുണ്ടടാ ഒതലങ്ങ അമ്മ. उसका बता दे मेरा मुझको बता दे मैं उससे मिलूंगा उसको मारू मिला दे यारू मिला दे यारू मिला दे. ഞാൻ പിങ്കിയോടെ വിളിച്ച് മുകളിൽ ഭയങ്കര ഡാൻസ് ആക്കിയിട്ട് അങ്ങ് അടിച്ചു വിളിച്ച് കയറി വന്നു. നമ്മളെനിക്ക് വിചാരിച്ച എന്ത് മോശം എന്ത് അളിയാ നമുക്ക് കൂടെ പിന്നെ പാട്ടിട അളിയാ ഇത് എടി പിങ്കി നീ ഇവിടെ പറയുന്നോ? പിങ്കി പെണ്ണെ ഇവിടെ വരേ എന്താ അവിടെ വരുമില്ല എന്നാ പാവം എന്റെ പിങ്കി ഒന്ന് വിളി എണ്ണ പിങ്കി അന്ന അന്ന് അന്നൊന്നും വിളി എണ്ണ പ്ലീസ് എണ്ണ ഒന്ന് വിളി അണ്ണാ ഒന്ന് വിളിയണ്ണ പാവം എന്റെ ഭാര്യ കാണാനില്ല അണ്ണാ വിളിയണ്ണ ഞാൻ ഒരു പാവം കൂടിയണ്ണ അണ്ണാ ഒന്ന് വിളിയണ്ണ പാവം ഒന്ന് വിളിയാ പിങ്കി ഒന്ന് വിളിയാ പിങ്കിന്ന് വിളിച്ച പിങ്കിന്ന് പോലെ എന്താ കണ്ടാ
അവളെ കള്ളാപ്പളെ വിളിച്ചപ്പോൾ കേട്ടു. ഇത്ര നേരം ഞാൻ ഇവിടെ പട്ടിയെ പോലെ കിടന്ന് വിളിച്ചപ്പം അവർക്ക് കേൾക്കണ്ടേയിരുന്നു. ഇവർക്ക് കാര്യം കൊടുക്കണം. ഞാനും വിളിക്കല്ല അങ്ങേര് കണ്ട പാവം മുടിയും മീശയെല്ലാം നരച്ച്. അപ്പോൾ ഞാൻ നിന്നെ കലക്കും ചാവി കിടപ്പറഞ്ഞ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിടിച്ചോണ്ട് പോകാൻ